ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ഡം സർഗം 73 സീതാദീന വിവാഹഘട്ട. ശ്ലോകങ്ങൾ 1 മുതൽ 5 കൂടിയത്. ഒന്നാമത്തെ ശ്ലോകം. യസ്മിൻസ്തു ദിവസേ രാജാ ചക്രേ ഗോദാനമുത്തമം തസ്മിൻസ്തു ദിവസേ ശൂരഃ യുധാജിത്വഭ്യുപേയിവാൻ. യസ്മിൻ തു ദിവസേ ഏതു ദിവസത്തിൽ രാജാവ് ദശരഥൻ ചക്രേ ചെയ്തു ഗോദാനം പശുദാനം ഉത്തമമായ തസ്മിൻ തു ദിവസേ അന്നേ ദിവസം ശൂരഃ വീരനായ യുധാജിത്ത് അഭ്യുപേയിവാൻ അവിടെ എത്തിച്ചേർന്നു. അതായത് ദശരഥൻ ഉത്തമമായ ഗോദാനം നടത്തിയ അതേ ദിവസം വീരനായ യുധാജിത്ത് അവിടെ എത്തിച്ചേർന്നു. ദശരഥൻ ഒരു മഹാദാനം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഭരതന്റെ മാമൻ യുധാജിത്ത് അയോധ്യയിൽ എത്തിയത്. രണ്ടാമത്തെ ശ്ലോകം. പുത്രഃ കേകയരാജസ്യ സാക്ഷാത് ഭരതമാതുലഃ ദൃഷ്ട്വാ പൃഷ്ട്വാ ച കുശലം രാജാനാമിദമബ്രവീത്. പുത്രഃ കേകയരാജസ്യ സാക്ഷാത് ഭരതമാതുലഃ ദൃഷ്ട്വാ പൃഷ്ട്വാ ച കുശലം രാജാനാം ഇദമബ്രവീത്. പുത്രൻ കേകയരാജാവിന്റെ സാക്ഷാത് നേരിട്ടുള്ള ഭരതമാതുലഃ ഭരതന്റെ മാമൻ ദൃഷ്ട്വാ കണ്ടിട്ട് പൃഷ്ട്വാച അന്വേഷിച്ച ശേഷം കുശലം സുഖവിവരം രാജാവിനോട് ഇങ്ങനെ അബ്രവീത് പറഞ്ഞു. അതായത് കേകയരാജാവിന്റെ പുത്രനും ഭരതന്റെ മാമനുമായ യുധാജിത്ത് രാജാവിന്റെ സുഖവിവരം അന്വേഷിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു. യുധാജിത്ത് ആദ്യം ദശരഥന്റെ ക്ഷേമം അന്വേഷിച്ചു. തുടർന്ന് തന്റെ വരവിന്റെ ഉദ്ദേശ്യം പറഞ്ഞു. മൂന്നാമത്തെ ശ്ലോകം. കേകയാധിപതി രാജാ സ്നേഹാത് കുശലമബ്രവീത്. അടുത്ത ലൈൻ. യേഷാം കുശലകാമോസി തേഷാം സംപ്രത്യനാമയം. കേകയാധിപതി രാജാ സ്നേഹാത് കുശലമബ്രവീത് യേഷാം കുശലകാമോസി തേഷാം സംപ്രത്യനാമയം. കേകയാധിപതി രാജാ കേകയദേശത്തിന്റെ രാജാവ് സ്നേഹത്തോടെ കുശലം അബ്രവീത് സുഖവിവരം പറഞ്ഞു. യേഷാം ആരുടെ കുശലകാമഃ അസി സുഖം ആഗ്രഹിക്കുന്നുവോ തേഷാം അവരുടെ സംപ്രതി ഇപ്പോൾ അനാമയം രോഗം ഇല്ലായ്മ അതായത് സുഖം. കേകയ രാജാവ് സ്നേഹത്തോടെ സുഖവിവരം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരുടെയൊക്കെയാണ് ക്ഷേമം ആഗ്രഹിക്കുന്നത് അവരെല്ലാവരും ഇപ്പോൾ സുഖമായിരിക്കുന്നു. അതായത് കേകയ രാജാവും അവിടുത്തെ കുടുംബവും എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് യുധാജിത്ത് അറിയിച്ചു. നാലാമത്തെ ശ്ലോകം. സ്വശ്രീയം മമ രാജേന്ദ്ര ദ്രഷ്ടുകാമോ മഹീപതിഃ. അടുത്ത ലൈൻ. തദർത്ഥമുപയാദോഹം അയോധ്യാം രഘുനന്ദന. സ്വശ്രീയം മമ രാജേന്ദ്ര ദ്രഷ്ടുകാമോ മഹീപതിഃ തദർത്ഥമുപയാദോഹം അയോധ്യാം രഘുനന്ദന. സ്വശ്രീയം സഹോദരിയുടെ മകൻ മമ എന്റെ രാജേന്ദ്ര രാജാവേ ദ്രഷ്ടുകാമഃ കാണാൻ ആഗ്രഹിക്കുന്ന മഹീപതിഃ രാജാവ് തദർത്ഥം അതിനുവേണ്ടി ഉപയാതഃ അഹം ഞാൻ വന്നിരിക്കുന്നു. എവിടേക്ക്? അയോധ്യയിലേക്ക്. രഘുനന്ദന രഘുകുലാനന്ദനായവനെ. അതായത് രാജാവേ എൻ്റെ
സഹോദരിയുടെ മകനായ ഭരതനെ കാണണമെന്ന് കേകയ രാജാവിന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ അയോധ്യയിൽ വന്നിരിക്കുന്നത്. ഭരതനെ തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് യുധാജിത് അയോധ്യയിൽ എത്തിയത്. 5-ാമത്തെ ശ്ലോകം. ശ്രുത്വാ ത്വഹമയോധ്യായാം വിവാഹാർത്ഥം തവാത്മജാൻ. അടുത്ത ലൈൻ. മിഥിലാമുപയാതാംസ്തു ഓമ ത്വയാ സഹ മഹീപദേ. ശ്രുത്വാ ത്വഹമയോധ്യായാം വിവാഹാർത്ഥം തവാത്മജാൻ മിഥിലാമുപയാതാംസ്തു ത്വയാ സഹ മഹീപദേ. ശ്രുത്വാ കേട്ടപ്പോൾ, തു അഹം എന്നാൽ ഞാൻ, അയോധ്യായാം അയോധ്യയിൽ, വിവാഹാർത്ഥം വിവാഹത്തിനായി, തവ ആത്മജാൻ നിന്റെ പുത്രന്മാർ, മിഥിലാം ഉപയാതാൻ മിഥിലയിൽ പോയിരിക്കുന്നു. തു എന്നാൽ, ത്വയാ സഹ നിങ്ങളോടൊപ്പം, മഹീപദേ രാജാവേ, അതായത് രാജാവേ, നിങ്ങളുടെ പുത്രന്മാർ വിവാഹത്തിനായിട്ട് നിങ്ങളോടൊപ്പം മിഥിലയിലേക്ക് പോയിരിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അതായത് രാമനും ലക്ഷ്മണന്മാരും സീതാദികളും ഒക്കെ ആയിട്ട്, രാമന്മാരെല്ലാവരും സീതാദികളുമായിട്ട് വിവാഹത്തിനായിട്ട് മിഥിലയിൽ എത്തിയ വിവരം യുധാജിത്ത് അറിഞ്ഞിരുന്നു. അതായത് ഈ ഭാഗത്തിന്റെ ഭരതന്റെ മാമനായ യുധാജിത്ത് അയോധ്യയിൽ എത്തുന്നതും കേകയ രാജാവിന്റെ സന്ദേശം ദശരഥനോട് അറിയിക്കുന്നതും ഭരതനെ കാണാൻ കേകയ രാജാവിന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നതുമാണ്. അതോടൊപ്പം രാമനും സഹോദരന്മാരും സീതാദികളുമായുള്ള വിവാഹത്തിനായിട്ട് മിഥിലയിൽ എത്തിയ കാര്യം അദ്ദേഹം പരാമർശിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. യസ്മിൻസ്തു ദിവസേ രാജാ ചക്രേ ഗോദാനമുത്തമം തസ്മിൻസ്തു ദിവസേ ശൂരഃ യുധാജിത്വഭ്യുപേയിവാൻ പുത്രഃ കേകയരാജസ്യ സാക്ഷാത് ഭരതമാതുലഃ ദൃഷ്ട്വാ പൃഷ്ട്വാ ച കുശലം രാജാനാമിദമബ്രവീത് കേകയാധിപതി രാജാ സ്നേഹാത് കുശലമബ്രവീത് യേഷാം കുശലകാമോऽസി തേഷാം സംപ്രത്യ നാമയം സ്വശ്രീയം മമ രാജേന്ദ്ര ദ്രഷ്ടുകാമോ മഹീപതിഃ തദർത്ഥമുപയാദോഹം അയോധ്യാം രഘുനന്ദന ശ്രുത്വാ ത്വഹമയോധ്യായാം വിവാഹാർത്ഥം തവാത്മജാൻ മിഥിലാമുപയാതാംസ്തു ത്വയാ സഹ മഹീപദേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.